ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ലവ് ലെറ്റർ ആണ് ഫോർ മൈ ലവ്. നമുക്കൊരു 3-3.5 മാസം കൊണ്ടൊക്കെ ഒരാളിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവാൻ പറ്റുമോ? ഒരാൾ നമ്മളെ ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ എന്നെനിക്ക് ഞാനിപ്പോൾ പറയാൻ പറ്റുമെന്ന്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് ഇപ്പോൾ വിശ്വാസമുണ്ട്. വെറും 3.5 മാസം കൊണ്ട് എൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്ത ഒരാളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. നാളെ എനിക്കിത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോയും. സോ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഫെബ്രുവരി 3-നാണ് ഇവനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഞാൻ ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം. ഞാനിത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്താലും ഐ ഫീൽ നം. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്, എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ കരയുന്നില്ല. ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുക, എനിക്ക് ഒന്നും ചെയ്യാനില്ല. എപ്പോഴും ഉറങ്ങി തീർക്കുമ്പോൾ തന്നെ ഞാൻ എനിക്കൊന്നും ചിന്തിക്കാനില്ലല്ലോ എന്നുള്ളൊരു ഫീല്. നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട്, ഇവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു, ചിലപ്പം ഞാൻ ഭയങ്കര വൾണറബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഈ പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നാൽ എനിക്ക് ചിലപ്പം ആ ഒരു ബോണ്ട് ഉണ്ടാവാനോ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു, വേണ്ട, നമുക്ക് ഇത് വേണ്ട, സെറ്റാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി എനിക്ക് തോന്നി, ചിലപ്പോൾ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ചിലപ്പോൾ മേ ബി നിൻ്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നേക്കാം. അപ്പം ഞാൻ വിചാരിച്ചു, യെസ്. അങ്ങനെ ഒരു രാത്രി ഞാൻ പറഞ്ഞ യെസ്സിൽ എനിക്ക് ഫെബ്രുവരി 3-ന് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഇവനെ, റിയോ. കുഞ്ഞായിരുന്നു കേട്ടോ. എൻ്റെ കൈ കിട്ടുമ്പോൾ അവന് 32 ദിവസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. ഞാൻ എന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവൻ എന്നെ ഇങ്ങനെ ഭയങ്കര ദയനീയമായി, ഭയങ്കര പേടിയിൽ, ഞാനിപ്പോൾ എവിടെ അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരങ്ങളെയൊക്കെ വിട്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരുവാണല്ലോ. കൈ കിട്ടുമ്പോൾ ഭയങ്കര പൊടിക്കുഞ്ഞ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര കുഞ്ഞ് കണ്ണൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കുക. ലിറ്ററലി എനിക്ക് അവൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ പേടി, എൻ്റെ ഉള്ളിലെ ഒറ്റപ്പെടൽ, എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു കണക്ഷൻ തോന്നി. റിയോയെയും വേറൊരു ഡോഗിനെയും ഞാൻ ഒരുമിച്ചായിരുന്നു കണ്ടത്. അപ്പം എനിക്ക് ഫസ്റ്റ് റിയോയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതാണ് എന്നെനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. സോ അങ്ങനെ റിയോയെ ഞാൻ വാങ്ങി. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. ഒരു 2-3 മിനിറ്റത്തേക്ക് വലിയ അനക്കമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പാവക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കുക. കണ്ണുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ നോക്കുക, ഇതെവിടാ, ഇതാരാ, നമ്മളൊക്കെ എന്താ, ഇനി ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ള പേടിയായിരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മടി കിടന്ന് ഉറങ്ങി. എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ ആ ഉറങ്ങിയത്. നമ്മളെ ഒന്നും ചെയ്യില്ല, നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളതെന്നുള്ള വിശ്വാസമായിരിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട്, ഭയങ്കര പൊയട്രി ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് കുറച്ച് ഡ്രമാറ്റിക് ആയാലേ ഇതിനൊരു രസമുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ഇവനാകെ ഭയങ്കര ശോകമായിരുന്നു. നമ്മളോട് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. മൊനയുടെ ചക്കടു മുത്തേന്നൊന്നും വിളിച്ചാലൊന്നും വിളിയൊന്നും കേൾക്കാൻ, പേരൊന്നും ഇട്ടിട്ടില്ലല്ലോ, വലിയ അനക്കൊന്നുമില്ല. ഞാനായിരുന്നു അവന് ആദ്യമേ റിയോ എന്ന് പേര് സജസ്റ്റ് ചെയ്തേ. ഞങ്ങളെല്ലാവരും, ഞാനും ആനന്ദും ആൽവിനും വിഷ്ണുമായും ആളും എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര തീവ്രമായി ഇവൻ്റെ പേരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്തോ പേരിടാം, ഇവനെ എന്ത് വിളിക്കാം. നോർമലി എല്ലാ ഡോഗ്സിനും ഉണ്ടാവുന്ന പേരൊന്നും വേണ്ട, നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പേര് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ പേര് ലിസ്റ്റ് ചെയ്ത് വെച്ചു. ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചു. അതിന് എനിക്കെന്തോ റിയോ എന്നുള്ള പേര് ഭയങ്കര ക്യാച്ചി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ എൻ്റെ ചെക്കനല്ലേ, ഞാനല്ലേ പേരിടുന്നത്. അങ്ങനെ ഞാൻ റിയോ എന്ന് വിളിച്ചു തുടങ്ങി. ആദ്യം ഒന്ന് വിളിക്കുമ്പം റിയോ ആരാടി റിയോ എന്നുള്ള സെറ്റപ്പായിരുന്നു അവന്. പക്ഷെ ഇവൻ ആദ്യമായിട്ട് ഞാൻ റിയോ എന്ന് വിളിച്ചപ്പം ഇവൻ എന്നെ നോക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിയോ റിയോ
റിയോ ആ അയ്യോ എൻ്റെ റിയോ ബേബി എന്ത് ചെയ്യുന്നു? റിയോ എന്ത് ചെയ്യുന്നു? റിയോ റിയോ ഇവിടം തൊട്ട് ഞാൻ അവൻ്റെ ഇവിടം തൊട്ടല്ല, ഈ റിയോ എന്ന് പേര് വിളിച്ചപ്പോൾ തൊട്ടല്ല, ഇവനെ എൻ്റെ കൈ കിട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയ നിമിഷം തൊട്ട് ഞാൻ ഇവൻ്റെ അമ്മയായി മാറുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നോട് കുറേ പേര് കളിയാക്കിയൊക്കെ ചോദിക്കും കേട്ടോ. എൻ്റെ അടുത്തറിയാവുന്നവരും എന്നോട് ചോദിക്കും, എനിക്ക് ഇൻസ്റ്റയിലൊക്കെ കമൻസ് ഒക്കെ വരും റിയോയുടെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ, നീ കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ, നീ പട്ടിയുടെ അമ്മയായിട്ട് ജീവിക്കുകയാണോ? പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിലി പ്രൗഡ്ലി ഞാൻ പറയട്ടെ, ഞാൻ അവൻ്റെ അമ്മയാണിപ്പോൾ. പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും ഇല്ലാതെ. അവന് ജാസ്മിൻ ജാഫർ ആരാണ്, എൻ്റെ മോശം സൈഡ് എന്താണ്, എൻ്റെ ട്രോൾ എന്താണ്, എൻ്റെ മീം എന്താണ്, എൻ്റെ ഫെയിം എന്താണ്, എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിൽ എന്തില്ല എന്നൊന്നും അവൻ അറിയണ്ട. അൺകണ്ടീഷണലായിട്ട് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു വിഷമം വന്നാൽ ഓടി എൻ്റെ അടുത്തിരിക്കുക, ഞാൻ എവിടെയെങ്കിലും കിടന്ന് കരയുകയാണെങ്കിൽ ഞാൻ ചുമ്മാ കിടന്നുറങ്ങിയാൽ പോലും എൻ്റെ അടുത്ത് വന്ന് കിടക്കുക, എന്നെ ഹഗ് ചെയ്യുക. അവൻ്റെ 4 കുഞ്ഞ്, 2 കൈ 2 കാല്, അതിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു മാജിക് ഉണ്ട്. എന്താ വേണം മോനിക്ക്? താഴെയാക്കണോ? ബാ അവൻ്റെ കളി, ചിരി, തമാശ. അവൻ എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ എന്നെ നോക്കുമ്പോൾ, ചില സമയത്ത് എന്നെ നോക്കുമ്പോൾ, അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വിശക്കുന്നോട് അമ്മനെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു മദർഹുഡ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്കവിടെ കളിയാക്കലും ഞാനത് വലിയ കാര്യമാക്കി എടുക്കാറില്ല. ഞാനത് ഭയങ്കര ഹാപ്പിയായി ഞാൻ ചിരിച്ച് കളിച്ച് എടുക്കുന്നൊരു കാര്യം കേട്ടോ അത്. പിന്നെ ഡോഗ്സ് ഉള്ളവർക്ക് ഭയങ്കരമായി റിലേറ്റ് ആവുന്ന കാര്യങ്ങളാട്ടോ ഇതൊക്കെ. എനിക്ക് ഒരുപാട് ക്യാറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ക്യാറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. പക്ഷെ പൂച്ചകളെയും പട്ടികളെയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തിയാൽ എനിക്ക് തോന്നുന്നു ഡോഗ്സിന് നമ്മളോടുള്ളൊരു അറ്റാച്ച്മെൻ്റ്, ഒരു സ്നേഹം എന്ന് പറയുന്നത്, അവർ നമ്മളെ കെയർ ചെയ്യുന്നൊരു രീതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് ഫീൽ ചെയ്യയില്ല. റിയോ ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ എത്ര ഒറ്റയ്ക്കാണെങ്കിലും എനിക്കത് ഒറ്റയ്ക്കാണെന്ന് ഫീൽ ആവാറേ ഇല്ല. കാരണം ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ റിയോ കാണും. എന്തു ചെയ്യുക എന്നുള്ള നോട്ടത്തിലാണ് റിയോ എൻ്റെ കൂടെ നടക്കുന്നത്. ഞാനത് ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നു. എൻ്റെ ലോൺലെസ് കംപ്ലീറ്റ്ലി എൻ്റെ അടുത്തുനിന്ന് പോയി. എൻ്റെ എന്നെ ഒരു 50% എന്നെ, എൻ്റെ ഡിപ്രഷൻ, എൻ്റെ സങ്കടം, എൻ്റെ ആങ്സൈറ്റി, ഇതിൽ നിന്നൊക്കെ എന്നെ റിക്കവർ ചെയ്തെടുത്തത് റിയോ ആണ്. അത് ഒരുപക്ഷെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഓ ജാസ്മിൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ മുഖമൊക്കെ ഇരിക്കുന്നത്, എന്ത് പറ്റി, കണ്ണിലൊരു തിളക്കം? എൻ്റെ കണ്ണിലെ തിളക്കം അവൻ എനിക്ക് തന്നതാട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇവനുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ചിരിച്ച് കളിച്ച് ആക്റ്റീവായി ഈ ഇരിക്കുന്ന ജാസ്മിനായിട്ട് ഏറെക്കുറെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറുതിലേ ഞാൻ കണ്ടതാ ഇവൻ്റെ ഓരോന്നും ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയോ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ആദ്യമായിട്ട് എന്താ അമ്മ എന്നുള്ള രീതി അവൻ തിരിഞ്ഞു നോക്കുന്നതും, ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കുന്നതും, ഞാൻ വാരി കൊടുക്കുന്നതും, ഇവൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതും, ഇവൻ ഞാൻ കുളിപ്പിക്കുന്നതും, കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അലമ്പ കുസൃതിയാ അതും എല്ലാം. ഓട്ടം, ചാട്ടം, ബഹളം. റിയോ റിയോ ഡാ ഓടാ 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 എഴുതി വരുന്നോ?
ഒരു ദിവസം ഗബ്രിയും ഞാനും റിയോയും കൂടി ഇരിക്കാൻ നേരത്ത് ഗബ്രി എന്നെ ചുമ്മാ ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്ക് റിയോ ഇങ്ങനെ കുരയ്ക്കുക അവനെ നോക്കിയിട്ട്. റിയോയ്ക്ക് ആക്ച്വലി ഗബ്രിയെ ഭയങ്കര കാര്യമാണ്. അപ്പം ഗബ്രി എന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ റിയോ ഒരു വട്ടം കുറച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നോർമലി കുറച്ചതായിരിക്കും. വീണ്ടും വീണ്ടും എന്നെ അടിച്ചപ്പോൾ ഇവൻ വീണ്ടും വീണ്ടും കുറയ്ക്കുക. അപ്പം ഗബ്രി എന്നോട് പറഞ്ഞു, കണ്ടോ അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അവൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാ എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമുക്ക് ഓരോ ഓരോ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്യില്ലേ. ഇപ്പോൾ ചിലര് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് മക്കളില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ എനിക്കറിയില്ല. പക്ഷെ ഒരു പെറ്റ് പേരന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാലോ, നമ്മള് ചിലർ പറയത്തില്ലേ, എൻ്റെ കുഞ്ഞ് ആദ്യമായി മലന്ന് വീണ്, എൻ്റെ കുഞ്ഞ് ആദ്യമായി ചോറ് കഴിക്കുന്നത്, എൻ്റെ കുഞ്ഞ് ആദ്യമായി എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, അതേപോലെ എനിക്ക് ഇവനിങ്ങനെ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും എന്നെ അവൻ്റെ അമ്മയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാ, ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാ. ലൈക്ക് ഓക്കെ, എനിക്ക് വേണ്ടി എന്നെ അൺകണ്ടീഷണൽ ആയിട്ട് ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നുമില്ല. അവനൊന്നും അറിയില്ല. അവന് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല അവൻ്റെ അമ്മ. എന്നെ ഒട്ടും ജഡ്ജ് ചെയ്യുന്നില്ല അവൻ. ഒരു ജഡ്ജ്മെന്റിൽ അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാള്. നല്ല രണ്ട് അടി കൊടുക്കട്ടെ, നല്ല രണ്ട് അടി അടി അടി. ഒരളന്ന് കേട്ടോ. എന്നോട് പൊന്നെ, എന്നോട് പൊന്നെ. റിയോ, ഞാൻ നിന്നെ ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട്. അത് എൻ്റെ ചേഷ്ടകളിൽ ഞാൻ അവനെ വഴക്ക് പറയും, ഞാൻ അവനെ അടിക്കും. പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞ് ഞാൻ എവിടെയെങ്കിലും പോയിരുന്നാലും എൻ്റെ പുറകെ വരും. പോറിയോ എന്ന് ഞാൻ പറഞ്ഞാലും എൻ്റെ പുറകെ വരും. എന്ത് ഞാൻ പറഞ്ഞാലും എൻ്റെ പുറകെ വരും. വേറെ ആരും വേണ്ട, എന്നെ മതി. പിന്നെ എൻ്റെ റിയോയ്ക്ക് മറ്റേ പുറത്തുനിന്ന് ആൾക്കാരെ കാണുമ്പോൾ ഇഷ്ടമില്ലായിരിക്കും, കടിയൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് വന്ന് നിൽക്കുമ്പോൾ അവരെയൊക്കെ ഭയങ്കര കാര്യമാണ്. ആനന്ദിനെ ഭയങ്കര കാര്യമാണ്, ആൽവിനെ ഭയങ്കര കാര്യമാണ്, ഈ പറയുന്ന എല്ലാവരെയും അവന് ഭയങ്കര കാര്യമാണ്. ബട്ട് സ്റ്റിൽ എന്നോടൊരു പൊടിക്കും കൂടെ സ്നേഹം കൂടുതലാണ്, കാരണം ഞാൻ അവൻ്റെ അമ്മയാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായൊരു കാര്യം പറയാമല്ലോ, നിങ്ങൾ ഭയങ്കര മോശം സിറ്റുവേഷനിലായിരിക്കുന്നെങ്കിൽ ഗോ ആൻഡ് ബൈ എ പെറ്റ്. അത് ഡോഗ് ആണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളുടെ സിറ്റുവേഷൻ ടോട്ടലി ചേഞ്ച് ആവും. അപ്പം ഞാൻ ആദ്യമേ അവൻ്റെ കണ്ണിൽ കണ്ട ആ കുഞ്ഞി കണ്ണിൽ കണ്ട പേടി, ഒറ്റപ്പെടൽ, എൻ്റെ വലിയ കണ്ണിലുണ്ടായിരുന്ന പേടി, ഒറ്റപ്പെടൽ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായപ്പോൾ ഈ 3.5 മാസം കൊണ്ട് അതൊക്കെ എങ്ങോട്ടൊക്കെയോ മാഞ്ഞുപോയി. ഒരുപാട് സ്നേഹം മാത്രമായി, കളിയായി, ചിരിയായി. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര എംഡി ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്ക് രാവിലെ എണ്ണിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. രാവിലെ എണ്ണിക്കണം, റിയോയെ ഫീഡ് ചെയ്യണം, അവന് ഫുഡ് കൊടുക്കണം, അവന് വെള്ളം കൊടുക്കണം, അവനെ കുളിപ്പിക്കണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം, അവനെ കളിപ്പിക്കണം. അങ്ങനെ ഞാൻ അതിൽ കുറേ എൻഗേജ്ഡ് ആയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ കുറേ എംറ്റിനെസ് മാറി. എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്തു തീർക്കാൻ ഒരു കാര്യങ്ങളുണ്ട്. എനിക്ക് എന്താ പറയുക, ഉത്തരവാദിത്വം വന്നു. സോ എനിക്ക് അവനോട് ഒരുപാട് നന്ദിയുണ്ട്, എന്നെ ഇത്രയും മാറ്റിയെടുക്കാൻ അവൻ എന്നെ സഹായിച്ചതിൽ. ഞാനിപ്പം നിങ്ങൾ എന്നെ ഈ കാണുന്ന ഈ ഒരു ഹാപ്പി ഫേസിലിരിക്കാൻ അവൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം റിയോ, നീ കുരുത്തക്കേട് ഒരുപാട് കാണിച്ചാലും ടിഷ്യൂ പേപ്പർ ഒരുപാട് ചവച്ചാലും ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടാലും അകത്ത് മൂത്രം ഒഴിച്ചാലും മാറ്റ് ഇട്ട് തന്നാലും അതിൽ അപ്പിയിടാതെ വേറെ അപ്പിയിട്ടാലും എന്തൊക്കെ നീ ചെയ്താലും റിയോ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെ നീ തിരഞ്ഞെടുത്തതിന്. പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതിൽ, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഓടി എൻ്റെ അടുത്ത് വരുന്നതിൽ, ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെ 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 എന്നുള്ള രീതിയിൽ നീ വെപ്രാളത്തിൽ വരുന്നത്. റിയോ, 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 ഉച്ചിരി പൊന്നി, ഉച്ചിരി പൊന്നി, ഉച്ചിരി പൊന്നി.
എന്നെ കാണാൻ ഭംഗിയില്ലേല്, എന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ, ഞാൻ കുളിച്ചില്ലേല്, ഞാൻ കുളിച്ചാൽ, ഞാൻ പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ, ഞാൻ അടിച്ചാൽ, ഞാൻ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ, ഇട്ടാൽ, ഞാൻ സങ്കടപ്പെട്ടാൽ, ഞാൻ വിഷമിച്ചാൽ, ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ ഹഗ് ചെയ്തിരിക്കുന്നത്, ഇതിലൊക്കെ ഞാൻ ഒരുപാട് 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 സന്തോഷിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് റിയോ, ആൻഡ് ലവ് യു ലവ് യു ലവ് യു ലവ് യു. ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ അവനെ കാണിക്കാതെ പോകുന്നത് ശരിയാണോ? സോ നമ്മുടെ റിയോ ദേ ഇത്ര വലുതായി, ദേ ഇത്രയുണ്ട് നമ്മുടെ റിയോ. ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ ദേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ദാ പൊട്ട, ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ, ഞങ്ങളൊരു പൊട്ടാ കുട്ടാ ബന്ധമാണ്. ഞാൻ പറയുന്നതൊന്നും ഇവന് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേ കണ്ടോ ആ ഒരു സേഫ് ഉണ്ടോ, അത് അവന് മാത്രമല്ല ഞാനും സേഫ് ആയതില്. അപ്പം റിയോ എൻ്റെ ലൈഫിൽ വന്നതിന്, എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന്, എന്നെ ഇങ്ങനെ നക്കുന്നതിന്, കിടന്ന് കുരുത്തക്കേട് കാണിക്കുന്നതിന്, ബഹളം വെക്കുന്നതിന്, അഴുക്ക ചെറുക്കനായിട്ടിരിക്കുന്നതിന് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ഡ്രമാറ്റിക് ആവുന്ന പോലെ. റിയോ, I love you. സോ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ റിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു. എൻ്റെ ലവ് ലെറ്റർ നീ വായിക്കുവോ, കാണുവോ, മനസ്സിലാവുമോ നിനക്ക്? അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലവ് ലെറ്റർ. സോയാ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടാലോ. ബൈ.